4-ാം വാക്യമാണ് നാം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒരാൾ ശബ്ദമുയർത്തി നിർത്തി വായിച്ചു. ആമേൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും വാ തുറന്ന് നാവുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ? യെസ്, നാവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നാവുകൾ കൊണ്ടുവന്നവർ ചേർന്നൊന്ന് വായിച്ചു. യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കണം. ദൈവം നിന്നോടൊരു വാക്ക് കൽപ്പിച്ചാൽ അത് നീ ചെയ്യണം. അത് ചെയ്യാതിരിക്കരുത്. ആരോഗ്യം തന്നത് നമ്മുടെ പ്രൗഢി കണ്ടുകൊണ്ടല്ല, അത് കർത്താവിന്റെ ദാനമാണ്. ആ ആരോഗ്യത്തെ ആർക്ക് കൊടുക്കണം? നമ്മുടെ യജമാനായിരിക്കുന്ന ക്രിസ്തുവിന് കൊടുക്കണം. നമുക്ക് ലഭ്യമായ സമ്പത്ത് ആർക്ക് കൊടുക്കണം? സമ്പത്ത് തന്ന് നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങൾ വിതരണം. ഒരു കാര്യം ഉറപ്പാ, ദൈവരാജ്യത്തിലും ആരോഗ്യം കൊടുത്തവരും പണം കൊടുത്തവർക്കൊന്നും വചനത്തിന്റെ തലങ്ങളും ഇന്നലകളിലെ പിതാക്കന്മാരുടെ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ നഷ്ടമല്ല, അത് ലാഭമാണ്. ഒരു കാര്യം ഉറപ്പാ, തമ്പുരാൻ ഒരു അധികാരം നമ്മുടെ മേൽ കർത്താവ് ഇന്ന് പകൽ തന്നിട്ടുണ്ട്. ആ അധികാരം കർത്താവ് തന്നത് അതിന്റെ ഗൗരവത്തോടുകൂടെ നാം കാണണം. അതിനെ കണ്ട് കർത്താവ് ഉടയ്ക്കാൻ പറയുന്നതിനെ നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ ഉടച്ചു കളയാൻ ആത്മാവിൽ ഇന്നും പകൽ നാം ഒരുക്കപ്പെട്ട് ആമേൻ ഹൃദയം ഒരുക്കി ദൈവസന്നിധിയിൽ ആ മുട്ടുമടക്കപ്പെടാൻ തയ്യാറാകുന്നുവെങ്കിൽ യെരിഹോവിന്റെ മതിലുകളുടെ അടിസ്ഥാന കല്ലുകളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന അതിനെ തകർത്തു കളഞ്ഞുവെങ്കിൽ വാത്സല്യ ദൈവമക്കളെ, നിങ്ങൾ ഈ ഹോളിന്റെ അകത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ നിന്റെ നന്മയ്ക്കെതിരായി ഉയരപ്പെടുന്ന എല്ലാം ഇരുട്ടിന്റെ മേഖലകളെ കണ്ട് നീ പുറകോട്ടോടുകയല്ല, അഭിഷേകത്തോടെ മുന്നോട്ട് കാലിയോട്ട ദൈവം ഒരു അധികാരം ഈ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് മൊമെന്റിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഈ പകർന്നിനെ പകർന്നു വരികയാണ്. എത്ര പേര് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, കർത്താവ് എനിക്ക് ആ കൃപ വേണം, എനിക്ക് ആ കൃപ വേണം. ശത്രുവിനെ കണ്ട് നിങ്ങൾ ഓടരുത്. ശത്രു ആ വഴിയുണ്ട്, എന്നാ പിന്നെ ഞാൻ ഈ വഴി പോയേക്കാം, അങ്ങനെയാണോ? അല്ല. ശത്രു അവൻ അടച്ചു വെച്ച വാതിൽ വഴി കൂടെ തന്നെ നീ പോണോ. അവന്റെ ആഗ്രഹം നീ ഈ വഴിയിൽ നടക്കരുതെന്ന, അവന്റെ ആഗ്രഹം നീ ഈ തലത്തിൽ കൂടെ എത്തിയരുത്, പോകരുതെന്ന. സ്വത്രം. അങ്ങനെയെങ്കിൽ ആത്മനിയോഗത്തോടു കൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ എത്ര പേർ ഇന്ന് പകൽ ഇതിന്റെ മധ്യത്തിൽ അവൻ നാവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കരം കൊണ്ടുവന്നിട്ടുണ്ട്, ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം തുറന്ന നിങ്ങളുടെ വിശുദ്ധ കരമുയർത്തി ആമേ സ്വർഗത്തിലെ ദൈവത്തോട് നോക്കി പറ, അപ്പാ നീ തന്ന വാതിലും നീ തന്ന വാഴ്ചവും എല്ലാ തലങ്ങളിൽ കൂടെ ഞാൻ കിടക്കും. പിശാചേ, നീ എത്ര വാതിൽ കൊട്ടിയടച്ചു എന്റെ ജീവിതത്തിൽ എത്ര തലങ്ങൾ ഉന്നയിച്ചാലും ആത്മശക്തിയുടെ നിറവോടെ തമ്പുരാൻ എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. അവരെ ഞാൻ നിർമൂലമാക്കും. ആമേൻ. ദൈവം എന്താ ഇവിടെ പറയുക? അവരെ ഞാൻ എന്ത് ചെയ്യും? നിർമൂലമാക്കും. ശ്രദ്ധിച്ച്, എന്താണ് നിർമൂലമാക്കുക എന്ന പദത്തിന്റെ അർത്ഥം? എന്താണ്? ഉറക്കപ്പുറ, അറിയാവുന്നവർ ഉറക്കപ്പുറ. നിർമൂലമാക്കുക
നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക. പിശാച് ശരിക്കും ആ ഒരു പ്ലേറ്റ് അല്ലേ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടിടുന്നത്? നമ്മുടെ ജോലി മേഖലകളിലേക്ക് അവൻ അതല്ലേ കൊണ്ടിടുന്നത്? നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ആ ഒരു തലങ്ങളല്ലേ പിശാച് കൊണ്ടിടുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വഴി കാണിക്കുന്നൊരു ദൂതൻ, യെസ്, വഴി കാണിക്കുന്നൊരു ദൂതൻ. അതിൻ്റെ 20-ാം വാക്യം മുതൽ നാം പഠിക്കണം. ബൈബിളിലേക്ക് നോക്കിക്കേ, എല്ലാവരും ബൈബിൾ തുറന്നേ. കരത്തിലെടുക്ക് ബൈബിൾ, മടിയിൽ വയ്ക്കരുത്, കരത്തിൽ പിടി, അടുത്ത് പിടിച്ചു വായിക്കുക. എന്തായിരുന്നു? തമ്പുരാനൊരു ദൂത് പറയും, ഇതാ നിന്നെ വഴിയിൽ കാക്കേണ്ടതിനാ. കണ്ടോ, കർത്താവ് നമ്മെ ഇനി നയിക്കപ്പെടാൻ കൊണ്ടുപോകുന്ന സ്ഥലം എവിടെയാ? ഹലോ, കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന സ്ഥലം എവിടെയാ? നമ്മൾ കണ്ടുപിടിച്ച സ്ഥലമാണോ? അല്ല, കർത്താവ് കൽപ്പിച്ച, കർത്താവ് നിയമിച്ച, ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനം. കർത്താവ് നിയമിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് വിശുദ്ധമാണ്. അതിന്റെ അകത്ത് ഒരു ഇരുട്ടിന്റെ മേഖലകളിൽ കയറി വരാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നിന്നെ നാമൻ നട്ടിരിക്കുന്ന ദേശത്തിന്റെ നടുവിൽ, നിന്നെ നട്ടിരിക്കുന്ന ഭവനത്തിന്റെ നടുവ് കർത്താവിനാൽ വിശുദ്ധമാണ്. സ്വന്തം പിശാച് കേൾക്കണം, ദൈവജനം ഉറക്കെ പറയണം, എന്റെ ഭവനം വിശുദ്ധമാണ്. എന്താ കാരണം? ഞാൻ വിശുദ്ധനായ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട്. ഭവനത്തിന്റെ വലിപ്പമല്ല, ചെറുതോ വലുതോ വലുതോ ആയിരുന്നോട്ടെ, ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഇടമേത അത് വിശുദ്ധമാണ്. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ഇടമേത അത് അനുഗ്രഹിക്കപ്പെട്ട ഇടമ. ആ ഇടത്ത് നിന്നെ തളർത്തിക്കളയാൻ പല തലങ്ങൾ, വിഷയങ്ങൾ ഉയർന്നു വന്നാലും അവൻ ഇന്ന് പകൽ കരം കൊണ്ടുവന്നവർ ഉറക്കെ ആത്മനിയോഗത്തോടെ ഇരുട്ടിന്റെ മേഖലകൾ കേൾക്കാൻ പറയട്ടെ, എന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ദേശത്ത്, എന്നെ ദൈവം നട്ടിരിക്കുന്ന ദൈവസഭയുടെ നടുവ് അത് വിശുദ്ധമാ. അതിന്റെ അകത്തളങ്ങളിൽ ഇരുട്ടിന്റെ മേഖലയെ നിന്റെ പദ്ധതികൾ ജയിക്കത്തില്ല. എന്റെ തലമുറയിൽ നിന്റെ പദ്ധതി ജയിക്കത്തില്ല. എന്റെ കുടുംബത്തിൽ നിന്റെ പദ്ധതി ജയിക്കത്തില്ല. എന്റെ കുടുംബമേ ജോലി മേഖലയിൽ നിന്റെ പദ്ധതി ജയിക്കത്തില്ല. എന്റെ സഭയിൽ നിന്റെ പദ്ധതി ജയിക്കത്തില്ല. ആമേൻ. എന്റെ ജീവിതത്തിലും എന്റെ സഭയിലും എന്റെ ദേശത്തിലും ആമേൻ, എന്റെ കുടുംബത്തിലും എന്റെ തലമുറയിലും ആമേൻ 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 മരണത്തെ ജയിച്ചവനായ യേശു ക്രിസ്തുവിന്റെ പദ്ധതി മാത്രമേ നിറവേറുകയുള്ളൂ. Praise the Lord. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേക സുവിശേഷങ്ങളിൽ നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പദ്ധതിയെ തകർത്ത് കളയാൻ പല തലങ്ങളും പലരും നോക്കി. വിശുദ്ധനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു താൻ ചെല്ലുന്ന ഇടമെല്ലാം എന്തായി? വിശുദ്ധമായി. ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ നടുവിൽ ആര് വന്നിട്ടുണ്ടെന്ന് പകൽ? കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. അവൻ വിശുദ്ധനല്ലേ? അങ്ങനെയെങ്കിൽ ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഹോളിന്റെ 4 അതിരും കർത്താവ് വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. തമ്പുരാന്റെ ദൂതന്മാരെ കൊണ്ട് കർത്താവ് നിർത്തിയിരിക്കുകയാണ്. എന്താ അവിടെ വായിക്കുന്നത്? ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് നീ അവനെ ശ്രദ്ധിച്ച്. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന മുറിക്കകത്ത് കയറിയ ദൈവത്തിന്റെ പൈതലെ, നീ ആരുടെ വാക്കാ കേൾക്കേണ്ടത്? ദൈവത്തിന്റെ വാക്ക് കേൾക്കണം. കേൾക്കാൻ തയ്യാറാണോ? കേൾക്കാൻ നാം ഇന്ന് പകൽ സമർപ്പിക്കാൻ തയ്യാറായാൽ നമ്മുടെ 100-ൽ 100 വിഷയവും ഇന്ന് പകൽ സ്വർഗത്തിന്റെ ദൈവം പൊട്ടിക്കുകയാണ്. വേഗത്തിൽ ആ വേദഭാഗങ്ങളിലേക്ക് വന്നാട്ടെ. അവനോട് അവിടെയാണ് പ്രശ്നം. പാട്ടുണ്ട്, ഉപവാസമുണ്ട്, ആരാധനയുണ്ട്, എല്ലാത്തിലും അവൻ കൂടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യരുത്? പോയോ? ഹലോ, എന്ത് ചെയ്യരുത്? വിഘടിക്കരുത്. എന്താ വിഘടനം? ഒന്നായി തീർന്നു നിൽക്കുന്നതിന് രണ്ടാക്കും.
ഇനി രണ്ടായി നിൽക്കുന്നതിന് ഡബിൾ പിടിക്കണം, നാലാക്കും. നാലായി നിൽക്കുന്നതിന് ഗുഡ്, എട്ടാക്കും. സത്യത്തിൽ ഒന്നായി നിൽക്കാൻ കഴിയുന്നില്ല, ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് ഈ ദൂത് തുടങ്ങുമ്പോൾ ചില തലങ്ങളിൽ മേൽ ദൈവാത്മാവ് ഇന്ന് പകൽ തൊടുകയാണ്. ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരായി ഇരുട്ടിന്റെ മേഖലകൾ അവൻ തൊടുത്തുവിടുന്ന അമ്പുകളെ ആത്മനിയോഗത്തോടുകൂടെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കൾ ആ വിഘടനത്തിന്റെ എല്ലാ സ്പിരിറ്റിനെയും ആത്മാവിനെയും ആത്മനിയോഗത്തോടെ നിങ്ങൾ വെട്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യം ഉറപ്പാ, ആരതിന് പദ്ധതി ഒരുക്കിയാലും അവൻ നാണം കെടുവോ? നാണം കെടുവോ? യെസ്, നാണം കെടും. ജയിക്കുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ട് ദൂതനോട് നീ എന്ത് ചെയ്യരുത്? വിഘടിക്കരുത്. കാരണം വിഘടനം വരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. കണ്ടോ, ദൈവം ഒരുവന്റെ മനസ്സിനെ നല്ലതുപോലെ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് തമ്പുരാന്റെ നടുവിൽ നിൽക്കുന്നത്. നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, ഓ കർത്താവിന് എന്ത് സ്നേഹമാണെന്നുള്ള ചിന്ത നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ സകല രഹസ്യ ഗുരുത്തക്കേടുകളെയും കർത്താവ് അറിയുന്നു. എന്നിട്ടും ഈ ശരീരത്താലും ഈ രക്തത്താലും നമ്മെ അവൻ വീണ്ടെടുത്ത് അവൻ സ്നേഹിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ നടുവിൽ ഇന്നും പകൽ അവൻ ജീവനായി ആത്മാവായി കടന്നു വന്നിട്ടുണ്ട്. ദൂതനോട് നീ വിഘടിക്കരുത്. എന്നിട്ട് നിന്നെ പകയ്ക്കുന്ന വ്യക്തികളാകട്ടെ കൂട്ടങ്ങളാകട്ടെ നീ തിരിച്ചു പയറ്റു ചെയ്യണ്ട. വചനം എന്താ പ്രസന്റ് ചെയ്യുന്നത്? നിന്നെ പകയ്ക്കുന്നവരെ ആര് പകയ്ക്കും? നിന്നെ വിളിച്ചടക്കിയ ഒരു ദൂതനില്ലേ? നിന്റെ കൂടെ വഴിയിൽ നിൽക്കുമെന്ന് പറഞ്ഞൊരു ദൂതനില്ലേ? നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരു കർത്താവില്ലേ? അവന്റെ നാമത്താൽ നിനക്ക് വിരോധമായി ചലിക്കുന്ന സകല വ്യക്തികളെയും, നിനക്ക് വിരോധമായി ചലിക്കുന്ന സകല നാവുകളെയും, നിനക്ക് വിരോധമായി ചലിക്കുന്ന സകല കരങ്ങളെയും അവൻ സ്വർഗത്തിലെ ദൈവം തല താഴ്ത്താൻ പോവാ. ആത്മാവിൽ എത്ര പേർക്ക് കർത്താവിന് ചേർന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? ആമേൻ. പരിശുദ്ധാത്മാവ് ആമേൻ ദൈവജനത്തോട് ഒരു ദൂത് വിളിച്ചു പറയുകയാണ്, നിന്നെ ആരാണോ പകയ്ക്കുന്നത് നീ അവരെ കണ്ടെത്തിയണ്ട, പേടിക്കണ്ട. ആമേൻ. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, കർത്താവ് നിന്റെ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ 25-ാം വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചോട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ. സേവിപ്പിൻ. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെയും നിന്റെ വെള്ളത്തെയും അനുഗ്രഹിക്കും. പക്ഷെ ഈ അനുഗ്രഹം പലയിടത്തും തടസ്സമായി നിൽക്കുന്നതിന്റെ വിഷയമറിയാമോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എടുത്തെടുത്ത് ഞാൻ പറയുന്നു, ഉപവസിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അപ്പം വർദ്ധിക്കുന്നില്ല, വെള്ളവും വർദ്ധിക്കുന്നില്ല. നമ്മൾ വായിച്ച ആ ഖുർആനിലെ അധ്യായത്തിൽ തന്നെ ഇതിന് മറുപടിയുണ്ട്. അതിന്റെ 35-ാം വാക്യം, 106-ാം സങ്കീർത്തനത്തിന്റെ 35-ാം വാക്യം എന്തായിരുന്നു? ആമേൻ, ആമേൻ. നമ്മൾ വായിച്ചത് ഒരു വാക്യം എന്തായിരുന്നു? യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ വിടേണ്ടതിനെ വിടണം. കൂട്ടുകെട്ടാണെങ്കിലും മറ്റു തലമാണെങ്കിലും വിടേണ്ടതിനെ വിട്ട ദൈവസഭയുടെ വളർച്ചയ്ക്ക്, ദൈവസഭയുടെ ഐക്യതയ്ക്ക്, നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്, തലമുറയുടെ അനുഗ്രഹത്തിന് നിൽക്കപ്പെടാൻ തയ്യാറാകണം. എന്നാൽ വചനം പറയുന്നു, കർത്താവ് വിളിച്ചിറക്കി നിങ്ങൾ മുന്നിൽ കാണുന്ന ജാതീയ മേഖലകളെ ഞാൻ തരുന്ന അധികാരത്താൽ നിങ്ങൾ തകർത്തു കളയണം. പക്ഷെ ജനം ചെയ്തത് എന്താണ്? അന്നും ഇന്നും 36-ാം വാക്യത്തിൽ എന്തായിരുന്നു? അവരുടെ വിഗ്രഹങ്ങളെ എന്ത് ചെയ്തു?
35, 36 അവർ എന്ത് ചെയ്തില്ല? ദൈവം കൊടുത്തതിന്റെ കയ്യിൽ അധികാരം. ഇരുട്ടിന്റെ മേഖലകളെ നശിപ്പിച്ച് കളയാനല്ലേ? അല്ലേ? പക്ഷെ എന്താ ചെയ്തത്? നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നില്ല, പോഷിക്കുന്നില്ല, ബാക്കി ഞാൻ പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? 35 വാക്യം, അവർ ജാതികളോട് ഇടകലർന്നു. അങ്ങനെയെങ്കിൽ അവരുടെ ഇടയിലുള്ളത് നമ്മുടെ ഇടയിൽ വന്നു എന്നർത്ഥമല്ലേ? നിന്റെ ഇടയിലേക്ക് വന്നു എന്നർത്ഥമല്ലേ? അങ്ങനെയെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, ഇന്ന് പകൽ അവന്റെ മേൽ ഉണ്ടായിരുന്ന തലങ്ങൾ പലപ്പോഴും ഇടകലരാൻ അവൻ ഇടയായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ അവൻ അതിനെയെല്ലാം ഉപേക്ഷിച്ച് തമ്പുരാന്റെ പ്രവർത്തിക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു, തമ്പുരാൻ നൽകപ്പെട്ടിരിക്കുന്ന അധികാരം പ്രാർത്ഥിക്കാനാണോ, ഉപവസിക്കാനാണോ, നിലവിളിക്കാനാണോ, കരയാനാണോ, കൊടുക്കാനാണോ, നിന്റെ ശാരീരികമായ അധ്വാനത്തിനാണോ? അത് നീ നിശ്ചയമായി കർത്തൃനാമത്തിന് വേണ്ടി കൊടുത്തിരിക്കണം. പാസ്റ്റർ സാമ്പത്തികം പ്രസംഗിച്ചു എന്ന് നിങ്ങൾ പറയരുത്. സാമ്പത്തികമല്ല എന്റെ വിഷയം. കർത്താവിന് കൊടുക്കേണ്ടതിനെ കർത്താവിന് കൊടുത്തിരിക്കണം. അത് നിർബന്ധമാണ്. നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുന്നത് ആരാ? സർവശക്തനായ ദൈവമാണ്. വേദത്തിൽ ആമേൻ ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 10-ഉം 11-ഉം വേദഭാഗങ്ങളിൽ ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയും. എന്തായിരുന്നു? സാത്താനെ, ദൈവം എന്താണ് അധികാരം തന്നത്? നിങ്ങൾ ജാതികളോട് ഇടകലരരുത്, അവരുടെ ഇടയിൽ നിങ്ങളുള്ള സകലതും ഒന്നും നിങ്ങളുടെ ലൈഫിൽ വരരുത്. നിങ്ങൾ അവയെ ഉന്മൂലനനാശം ചെയ്യണം. നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളയണം. നിങ്ങൾക്ക് മുന്നോട്ട് യാത്രയുണ്ട്, നിങ്ങൾക്ക് ശുഭഭാവിയുണ്ട്. നിങ്ങളെ ഞാൻ വാഗ്ദത്ത നാട്ടിലെത്തിക്കും. അവൻ ഈ യാത്രയിൽ പല ജാതീയ രാജ്യങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളെ നയിക്കും. പക്ഷെ അവരോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടകലരരുത്. അങ്ങനെയെങ്കിൽ ഇന്നൊരു അമ്മ പകൽ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു. അങ്ങനെയുള്ള ചില തലങ്ങൾ, പൈശാചിക മേഖലകൾ കൊണ്ടുവരുമ്പോൾ യേശുക്രിസ്തു തന്നെ ഒരു മാതൃക വിളിച്ചു പറയുകയാണ്. പിശാചേ, എന്നെ വിട്ട്. ഉറക്കെ പറയാമോ? എന്താ യേശു പറഞ്ഞത്? എന്നെ വിട്ടുപോ. ദൈവമക്കളെ, ആ വേട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നിന്റെ ഒരു കാലത്ത് ഇവന്റെ ദൈവമായിരുന്നു. നോക്കിക്കേ, നിഖണമെന്ന വലം കയറിയപ്പോൾ പേരിലും അല്ല സ്ഥാനത്തിലും അല്ലായിരുന്നു. അവനെ വെട്ടി സ്വന്തം. ഓർത്തോണം, ഞാൻ അടക്കമുള്ളവർ ദൈവസഭയിൽ തമ്പുരാന്റെ പാദപീഠത്തിങ്കൽ താണോണം. ദൈവമക്കളെ, നിങ്ങൾ വിനയപ്പെട്ടോണം. വചനം പറയുന്നു, നിന്റെ ഒരു കാലത്ത് അവന്റെ ദൈവമായിരുന്നു. നോക്കിയേ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ. അങ്ങനെയെങ്കിൽ അതിനകത്ത് ഒറ്റ വീട് ഇന്ന് പകൽ ഞാൻ എന്റെ പിശാചേ എന്നെ വിട്ടു. എത്ര പേർക്ക് പറയണേ? പേടിയണോ? ധൈര്യത്തോട് പറ, പിശാചേ എന്നെ വിട്ടുപോകും. എന്നെ വിട്ടുപോകണം. എൻ്റെ തലമുറകളെ വിട്ടുമാറണം. എൻ്റെ കുടുംബത്തെ വിട്ടുമാറണം. എനിക്ക് തന്ന നന്മകളെ വിട്ടുമാറണം. കാരണം ഞാൻ ഈ ജാതീയ തലങ്ങളോട് ഇടകലർന്ന് പോകാനുള്ളതല്ല. ഞാൻ വിശുദ്ധ രാജീയ വർഗമാ, പുരോഹിത വർഗമാ, ഞങ്ങൾ വിശുദ്ധ ജനമാ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 22-ാം അധ്യായം അതിന്റെ 43-ാം വാക്യത്തിലും ദൈവാത്മാവ് ഒരു കാര്യം നമ്മോട് സംസാരിക്കുന്നത് എന്തായിരുന്നു? വേഗത്തിൽ വായിച്ചേ. 22-ാം അധ്യായം 43-ാം വാക്യം ലൂക്കോസിന്റെ സുവിശേഷം. ആമേൻ. കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നീ ചിലതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായ, നീ ചിലതിനെ മാറ്റാൻ തയ്യാറായ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നീ ചിലതിനെ കുടയാൻ തയ്യാറായ, നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ യാത്രയുടെ മുന്നിലേക്ക് നിന്നെ ധൈര്യപ്പെടുത്താൻ അവൻ ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങി വരാൻ പോകുകയാണ്.
എത്ര പേർക്ക് കർത്താവിന് സ്വതന്ത്രം ചെയ്യാൻ കഴിയും? യേശു മാതൃക കാണിച്ചത് പിശാച വിട്ടുമാറാ. നീ നിന്റെ ദൈവത്തിന് മാത്രമേ നീ എന്ത് ചെയ്യാവൂ? മഹത്വം കൊടുക്കാവൂ, ആരാധന കൊടുക്കാവൂ, വന്ദനം ചെയ്യാവൂ എന്ന് പറഞ്ഞവനെ ശ്വാസിച്ചു മാറ്റി നിർത്തുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഒരു ദൂത് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വിളിച്ചു പറയുകയാണ്, നാം പലതിനെയും മാറ്റി നിർത്തിയാൽ ദൈവം നമ്മുടെ നടുവിലേക്ക് നമ്മെ ശുശ്രൂഷിപ്പാൻ ഇറങ്ങി വരും. എന്നെ വിടിവിപ്പാൻ കർത്താവിന്റെ ഭവനത്തിൽ ഇറങ്ങി വരും. എന്റെ തലമുറകളുടെ വിഷയത്തിന്റെ മേൽ ഏതുമായിക്കോട്ടെ, അവന് യേശുവിന്റെ അടുക്കലേക്ക് ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിക്കാൻ വന്ന സംഭവങ്ങൾ വിരളം മാത്രമായിട്ടേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കാമോ? എന്നെ ബലപ്പെടുത്താൻ ഇന്ന് പകൽ ആരാ വന്നിരിക്കുന്നത്? യേശു. ഉറക്കെ പറ, എന്നെ ബലപ്പെടുത്താൻ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വന്നിരിക്കുന്നത് യേശു. എന്താ യേശു വരാനുള്ള കാരണം? നീ ചിലതിനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, നീ ചിലതിനെ മാറ്റിവെച്ചത് കൊണ്ടാണ്, നീ ചിലതിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ കരമുയർത്തി കർത്താവിനോട് ചേർന്ന് ഹൃദയം തുറന്നൊന്ന് സമർപ്പിച്ച കർത്താവേ, ഞാൻ ഇന്ന് പകൽ ഈ വചനത്തിന്റെ മുന്നിൽ എന്റെ ഹൃദയത്തിലുള്ള സകലത്തെയും ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നെ ശുശ്രൂഷിപ്പാൻ, എന്നെ ബലപ്പെടുത്താൻ നിന്റെ ദൂതനെ ഇന്ന് പകൽ എന്റെ വിഷയത്തിന്റെ നടുവിലേക്ക് സ്വർഗം അയച്ചിരിക്കുന്നതിനായി. യെസ്, നോക്കിക്കേ, ഒന്നാം കാവലും ഉറക്കപ്പുറ ഒന്നാം കാവലും പിന്നെ പട്ടണത്തിന്റെ മുന്നിലുള്ള വലിയ ഇരുമ്പുവാതിലും ആരാ തുറന്നത്? ആമേൻ, ആമേൻ. അറിയാവുന്നവരൊന്ന് ചേർന്ന് പറ, ആരാ തുറന്നത്? ഇവൻ എന്നെ തുറക്കാൻ അറിയത്തില്ലായിരുന്നു. എന്തുകൊണ്ട് അറിയത്തില്ല? ഇവന്റെ ലൈഫ് കർത്താവിന് വിട്ടുകൊടുത്തു. മറ്റൊരു തലങ്ങൾക്കും അവൻ വിട്ടുകൊടുക്കാതെ കർത്താവിന് വിട്ടുകൊടുത്തത് കൊണ്ട് മാത്രം കർത്താവ് അവന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വന്ന് അവനെ സജ്ജീകരിപ്പാനിടയായി. ഇവനെ എന്നാ ചെയ്തിട്ടും ചാകുന്നില്ല. ഐഡിയ പത്മോസിന്റെ ദ്വീപിലേക്ക് എറിയപ്പെട്ടു. ശ്രദ്ധിച്ചേ, അവിടെയും അവൻ ഭക്തനെ ശക്തീകരിക്കാൻ ആരാ വന്നേ? ദൂതം വന്നു. ദൂതം തുറന്നില്ലേ? അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ടു സ്വർഗം അവന്റെ മുന്നിൽ തുറന്നിരിക്കുന്നത്. അവൻ നോക്കിക്കേ, ഏറ് കൊള്ളുമ്പോഴും സ്തെഫാനോസ് കല്ലിന്റെ വലിപ്പമല്ല, കല്ല് കൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് മുറിഞ്ഞ് അവൻ അതിൽ കൂടെ വരുന്ന രക്തത്തിന്റെ അളവ് കണ്ടല്ല അവൻ നിൽക്കപ്പെടുന്നത്. പിന്നെയോ അവൻ നോക്കുന്നത് സ്വർഗത്തിലേക്ക് അവൻ ഉറ്റുനോക്കി. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ വചനം എന്ത് പറയുന്നു? സ്വർഗം അവന്റെ മുന്നിൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ടു. ആമേൻ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകലൊന്ന് സമർപ്പിക്കാമോ? കർത്താവേ, എന്റെ വിഷയത്തിലേക്ക് നീ വരുന്നതിനായി സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ഈ വചനത്തിന്റെ മുന്നിൽ ചിലതിനെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ചില മേഖലകളെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എത്ര പേര് പരിശുദ്ധാത്മാവിന്റെ മുന്നിൽ ഒന്ന് സറണ്ടർ ചെയ്ത് കർത്താവിനോട് പ്രാർത്ഥിക്കും? നോക്കിക്കേ, യേശു ക്രിസ്തു ദൈവത്തിന്റെ യഹോവയുടെ പദ്ധതി പ്രകാരം ക്രൂശിൽ സറണ്ടർ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ രക്ഷ നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഓർമ്മയ്ക്കായി തിരുമേശയുടെ മുന്നിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇതൊരു ഒരു മതത്തിന്റെ ആചാരമോ ചടമോ അല്ല. ഇത് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർക്ക് കർത്താവിനോട്